ഹലോ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രിസ്മസ് റീത്തിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയൊരു ക്രിസ്മസ് റീത്തിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു മുകളിലുള്ളതൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ ബേസ് മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജൂട്ടിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ജൂട്ടിൻ്റെ മെറ്റീരിയൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കയറോ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാറ്റൻ റിബണോ അല്ലെന്നുണ്ടെങ്കിൽ കളർ പേപ്പറോ എന്ത് വേണോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ജൂട്ടിൻ്റെ വലിയൊരു പീസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇതുപോലെ റിബൺ സൈസിന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻ ട്രീയുടെ കായ, പിന്നെ കാറ്റാടിയുടെ ഇല, പിന്നെ അതിൻ്റെ തന്നെ കായ, പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ കാണുന്ന ഈ ഒരു കളച്ചെടിയാണ്. ഞാൻ ഓൾറെഡി കുറേ വീഡിയോസിൽ ഈ ഒരു പൂമ്പൊടി ഞാൻ ഇതുപോലെ ഈ പൂമൊട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ ഇതെല്ലാം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതുപോലെ ആദ്യം പൈൻ ട്രീയുടെ കായയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഏറ്റവും ചെറുത് നോക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങൾ മുൻപ് ഊട്ടിയിൽ ട്രിപ്പ് പോയപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഇതുപോലെ എല്ലാവരും പൈൻ ട്രീയുടെ ആ ഒരു ഏരിയയിൽ പോയപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഈ ഒരു കായ വറക്കുന്ന തിരക്കിലായിരുന്നു. കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ പൊങ്ങച്ചം പറയണമെന്ന്. ശരിക്കും പറഞ്ഞാൽ സത്യം അതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണുണ്ട്. പിന്നെ അവിടെ ആയിട്ട് ആ ഒരു പൂമ്പൊടിയും പിന്നെ കാറ്റാടിയുടെ കായയും ആ ഒരു കാറ്റാടി ഇല ഇതെല്ലാം വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊന്നിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന തരത്തിൽ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഗോൾഡൻ കളറിൽ ചെറുതും വലുതായിട്ടുള്ള ഇച്ചിരി വലിപ്പം കൂടിയ 2 ബീഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ജൂട്ടിൻ്റെ ത്രെഡിൽ തന്നെയാണ് ഹാങ് ചെയ്ത് കൊടുക്കുന്നത്. 3 ഞാൻ ഇതുപോലെ 2 വീതം വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വർക്ക്. അപ്പം ഞാൻ ഇതിലിനി പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ വാർണിഷോ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇതാണ് നല്ല രസമുള്ളൊരു കളറ്. അപ്പം ഇത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു ഫ്ലവർ വയറും കൂടെ പെന്നിൽ വെച്ചിട്ട് ഇതുപോലെ സ്പ്രിങ് പോലെ ചുറ്റിയെടുത്തിട്ട് അതും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണുണ്ട്. ഇനി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് കിടുവായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് പ്രത്യേകിച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെല്ലാം കാണുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്